ഹായ്, എൻ്റെ പേര് വർഗീസ്. ഞാൻ ഗ്രീൻവീൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അതെ, നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡേറ്റാസ് പറയാം. അതായത് 2020 കേരളത്തിൽ മൊത്തം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ എണ്ണം ആകെ 1830 എന്നാൽ 2021 ആയപ്പോഴത്തേക്കും അത് 8500. എന്നാൽ 2022 ആയപ്പോഴത്തേക്കും അത് 36,000. എന്നാൽ 2023 അത് 54,000. എന്നാൽ 2024 ഒക്ടോബർ ആയപ്പോഴത്തേക്കും അത് ഏകദേശം 45,000. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ മൊത്തം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് വെഹിക്കിളുകൾ, അത് 2 വീലറുകൾ, 4 വീലറുകൾ, 3 വീലറുകൾ എല്ലാം കൂടെ ഏകദേശം 1,80,000. അത് 2024 ഒക്ടോബർ വരെയുള്ള കണക്കാണ്. നിങ്ങൾ ഈ ഒരു ഗ്രോത്ത് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾ ആയിരിക്കും. നമുക്ക് നമ്മുടെ അടുത്തുള്ള രാജ്യങ്ങളായ ചൈന, USA, യൂറോപ്യൻ കൺട്രികളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളെക്കാൾ ഒരു 10 വർഷം മുമ്പോട്ട് സഞ്ചരിക്കുന്ന കൺട്രികളാണ് അവരെല്ലാം. അവിടെ ഇലക്ട്രിക് വെഹിക്കിളിൽ വിപ്ലവകരമായ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. റിന്യൂവബിൾ എനർജിയുടെ ഉപയോഗം കൂട്ടുന്നതിനും പൊല്യൂഷൻ നിയന്ത്രിക്കുന്നതിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ തന്നെ ഇലക്ട്രിക് വെഹിക്കിളുകൾ മാക്സിമം ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കമ്പനികളും അതോടൊപ്പം തന്നെ വെഹിക്കിളിൻ്റെ ഉൽപ്പാദനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒത്തിരി നടപടികൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ വണ്ടികൾ ഇങ്ങനെ ഓരോ ദിവസവും നിരത്തുകളിൽ കൂടുമ്പോൾ അതനുസരിച്ചുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് സ്റ്റേഷനുകളുടെ എണ്ണം കൂടുന്നില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് സ്റ്റേഷൻ നല്ലൊരു ബിസിനസ് അല്ലേ? ആണ്. ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് സ്റ്റേഷൻ, പ്രത്യേകിച്ച് 4 വീലർ ചാർജ് ചെയ്യുന്ന ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് സ്റ്റേഷൻ നല്ലൊരു ബിസിനസ്സാണ്. പക്ഷേ എന്തുകൊണ്ട് ആളുകൾ ഇതിൽ നിന്ന് ബാക്ക് ചെയ്യുന്നു? അതിൻ്റെ അകത്ത് മെയിൻ റീസൺ എന്ന് പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓർത്തിട്ടാണ്. എന്നാൽ ഗ്രീൻ വീൽ നിങ്ങളെ സഹായിക്കാൻ ഉണ്ട്. ഗ്രീൻ വീൽ എന്നുള്ള ബ്രാൻഡിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് സ്റ്റേഷൻ കേരളത്തിൽ എവിടെയും വളരെ കുറഞ്ഞ തുകയിൽ, എന്നും പറഞ്ഞ് തുക കുറയുന്നെന്നും പറഞ്ഞ് ക്വാളിറ്റിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യില്ല കേട്ടോ. 30 കിലോവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു വണ്ടി അറ്റ് എ ടൈം ചാർജ് ചെയ്യാവുന്ന ചാർജിങ് സ്റ്റേഷൻ നിങ്ങൾക്ക് 4,86,000 രൂപയിൽ 3 വർഷം വാറൻറ്റി, മെഷീൻ വാറൻറ്റിയോട് കൂടി ഞങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നാലോ? നല്ലൊരു, കേൾക്കുമ്പോൾ നന്നായി തോന്നുന്നില്ലേ? ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും സാധാരണക്കാർ ഉദ്ദേശിച്ചാണ്. ഒത്തിരി സാധാരണക്കാർക്ക് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ചാർജ് സ്റ്റേഷൻ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ മെയിനായിട്ട് അവരെ പുറകോട്ട് വലിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ 4,86,000 രൂപയിൽ ഞങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം. ഈ തുകയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരും എന്നുള്ളത്. ഈ തുകയിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ഇതിൻ്റെ പാനൽ ബോർഡ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെഷീൻ സപ്ലൈ, അതിൻ്റെ ഫൗണ്ടേഷൻ, അതിൻ്റെ എർത്ത് വർക്ക്, അതിൻ്റെ എർത്തിങ്, പ്രോപ്പറായിട്ടുള്ള എർത്തിങ്ങുകൾ, കൂടാണ്ട് സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേഷൻ, അതായത് മെഷീൻ ഫുള്ളി ഫങ്ഷണൽ ആക്കി തരും. ഇതിനകത്ത് എക്സ്ക്ലൂഡിങ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. എക്സ്ക്ലൂഡിങ് ഈ പറഞ്ഞ നമ്മൾ ചാർജ് സ്റ്റേഷൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ KSEBിൽ പോയി അന്വേഷിക്കുക. എനിക്ക് ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ വെക്കണം, അതിനുള്ള പവർ ഫീസിബിലിറ്റി ഉണ്ടോ എന്ന് കൺസേൺഡ് AEയോട് വെർബലി ചോദിക്കുക. അപ്പോൾ ചിലപ്പോൾ AE ഡയറക്റ്റ് പറയും ഓക്കെ അവിടെ പവർ ഫീസിബിലിറ്റി ഉണ്ട്. ഇല്ലെങ്കിൽ അവർ പറയും നമുക്കൊന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയും. പവർ ഫീസിബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് ഒരു 2,400 രൂപ ഫീസും അടച്ച് ഒരു 6-7 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പവർ ഫീസിബിലിറ്റിയുടെ കാര്യം പറയും. അപ്പോൾ സംഭവിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങളെ കൊണ്ട് അവർ 100 കിലോവാട്ട് കപ്പാസിറ്റിയുടെ ട്രാൻസ്ഫോമർ വെപ്പിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്ഫോമറിൽ പവർ അവൈലബിൾ, പവർ ഫീസിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ഷൻ തരും. ഇല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്ഫോമർ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞ ഓരോ സിനാരിയോയ്ക്ക് അനുസരിച്ച് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അവിടെ പവർ ഫീസിബിലിറ്റി ഉണ്ട്, ട്രാൻസ്ഫോമർ അപ്ഗ്രേഡും ചെയ്യേണ്ട, പുതിയ ട്രാൻസ്ഫോമർ വെക്കും ചെയ്യേണ്ട എങ്കിൽ 30 കിലോവാട്ട് കപ്പാസിറ്റിയുടെ ചാർജ് സ്റ്റേഷൻ തുടങ്ങുന്നതിന് നിങ്ങൾ KSEBിൽ അടയ്ക്കേണ്ട തുകയെ 30 × 100, 30,000 പ്ലസ് അതർ ചാർജസ് ഒരു 30,000. ഞാൻ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയണേ, ചിലപ്പോൾ ചെറിയ വേരിയേഷൻ ഇതിൽ നിന്നുണ്ടാവും. അങ്ങനെ 60,000 ആണ് ഞാൻ ഈ പറഞ്ഞ 4,86,000 നിന്ന് അഡീഷണൽ നിങ്ങൾ അടയ്ക്കേണ്ട തുക. അതല്ല പവർ ഫീസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ 100 കിലോവാട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ നിങ്ങളോട് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 to 5 lakhs നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അതല്ല നിലവിലുള്ള എക്സിസ്റ്റിംഗ് ട്രാൻസ്ഫോമർ, പബ്ലിക് ട്രാൻസ്ഫോമർ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 3 to 3.5 lakhs അടച്ച് നിങ്ങളെ കൊണ്ട് അപ്ഗ്രേഡ് ചെയ്യിച്ച് പവർ ഫീസിബിലിറ്റി തരും. അപ്പോൾ നിങ്ങൾക്ക് KSEBിൽ അടയ്ക്കേണ്ട തുകകൾ കിഴിച്ചിട്ട് 4,86,000 രൂപയ്ക്ക് ഫുള്ളി ഓപ്പറേഷണൽ വിത്ത് സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേഷൻ, ഞങ്ങൾ ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലൊന്നായ ചാർജ് സോൺ ആയിട്ട് നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തരുന്നത്, വിത്ത് ഓട്ടോ ചാർജ് സപ്പോർട്ടിങ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. കൂടാണ്ട് ഈ മെഷീന് 3 വർഷം വാറണ്ടിയും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ട്.
ഇനി അതല്ല, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതൽ പണം നിങ്ങളുടെ പക്കലുണ്ട് എന്ന് വിചാരിക്കുക. 60 കിലോ വാട്ട് കപ്പാസിറ്റിയുള്ള ഡ്യുവൽ ഗൺ 2 കാറ് ഒരേ സമയത്ത് ചാർജ് ചെയ്യാവുന്ന, ഓരോ ഗണ്ണിൽ നിന്നും 30 കിലോ വാട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്ന ഒരു ചാർജിങ് സ്റ്റേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് 9.5 ലാക്സിൽ നിങ്ങൾക്ക് ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം. ഇതിൻ്റെ അകത്ത് എക്സ്ക്ലൂഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയാം. പവർ ഫീസിബിലിറ്റി, ട്രാൻസ്ഫോമർ അപ്ഗ്രേഡേഷൻ, അല്ലെങ്കിൽ പുതിയ ട്രാൻസ്ഫോമർ വെക്കുന്നത്, KCBിൽ അടയ്ക്കേണ്ട ബാക്കിയുള്ള തുകകൾ, ഈ പറഞ്ഞ തുകകളെല്ലാം നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ബാക്കി ആ തുകകൾ അടച്ചു കഴിഞ്ഞാൽ DB വരെയുള്ള കണക്ഷൻ KCB തരും. അതിനുശേഷം DB ഇൻസ്റ്റാൾ ചെയ്യൽ, DBയുടെ എർത്തിങ്, DBന്ന് മെഷീനിലോട്ടുള്ള വയറിങ്, മെഷീൻ്റെ എർത്തിങ്, ഫൗണ്ടേഷൻ, മെഷീൻ കമ്മീഷനിങ്, മെഷീൻ ഇൻസ്റ്റാളേഷൻ, സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേഷൻ. സോഫ്റ്റ്വെയർ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തന്നെ ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിലൊന്നായ ചാർജ് സൗണ്ട് സോഫ്റ്റ്വെയർ ആയിരിക്കും, വിത്ത് ഓട്ടോ ചാർജ് സപ്പോർട്ട് സോഫ്റ്റ്വെയർ ആൻഡ് ഓട്ടോ ചാർജ് ഹാർഡ്വെയർ. ഈ ഹാർഡ്വെയർ നിങ്ങൾക്ക് 2 വർഷം വാറണ്ടി ആയിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത്. 2 വർഷ വാറണ്ടിയുള്ള മെഷീൻ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതെ, പിന്നെ ഈ പറഞ്ഞ ചാർജ് സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒരു കഫേ നടത്തുന്ന ആളോ, ഇല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആളോ, ഇല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഓൺ ചെയ്യുന്ന ആൾ, ഇനി അതല്ല സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേ, MC റോഡ് മുതലായ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഫ്രീ ലാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർജ് സ്റ്റേഷൻ തുടങ്ങാവുന്നതാണ്. അതാത് സ്ഥലത്തെ ട്രാഫിക് ഡെൻസിറ്റി നോക്കി, ഇലക്ട്രിക് വെഹിക്കിളുടെ എണ്ണം പാസ് ചെയ്യുന്നത് നോക്കിയിട്ട് അതൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതല്ല ഞങ്ങൾ സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാവുന്നതാണ്. കൂടാണ്ട് നിങ്ങളിപ്പോൾ ചാർജിങ് സ്റ്റേഷൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. ചാർജിങ് സ്റ്റേഷൻ തുടങ്ങിയാൽ ഈ ചാർജിങ് സ്റ്റേഷൻ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ആരും അവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഈ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് സെൽഫ് സർവീസ് ആണ്. ഞങ്ങൾ കൊടുക്കുന്ന മെഷീൻ ഓട്ടോ ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതും സോഫ്റ്റ്വെയറും ഓട്ടോ ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഏതൊരു വ്യക്തിയും ഒരു തവണ ചാർജ് ചെയ്യുമ്പോൾ, ആദ്യത്തെ തവണ ചാർജ് ചെയ്യുമ്പോൾ ഓട്ടോ ചാർജ് എന്നുള്ള ഓപ്ഷൻ ചാർജസ് ഓൺലി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഏതൊരു സാധാരണക്കാരന് കാറുമായിട്ട് വരുമ്പോഴും ഗണ്ണ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 സെക്കൻഡിൽ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ 24/7 365 ഡേയ്സ് ഫുള്ളി ഓപ്പറേഷൻ വിത്തൗട്ട് എനി മാൻ സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ചാർജിങ് സ്റ്റേഷൻ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഓക്കെ എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാനിവിടെ നാട്ടിലില്ല, വിദേശത്താണെന്ന് ഓർത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. നിങ്ങൾക്ക് AI സപ്പോർട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ ആയിരിക്കും ഞങ്ങൾ ചാർജിങ് സ്റ്റേഷൻ. അത് അഡീഷണൽ കോസ്റ്റാണ്. കനോപ്പി ക്യാമറ അതിൻ്റെയൊക്കെ അഡീഷണൽ കോസ്റ്റ് തരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നതാണ്. അഡീഷണൽ കോസ്റ്റ് വളരെ ചെറിയ എമൗണ്ടേ കനോപ്പിക്കാവുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ വെക്കുന്നതിന് ഒരു 2500 റുപ്പി ആവുള്ളൂ. നിങ്ങളിപ്പോൾ വിദേശത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ ചാർജ് സ്റ്റേഷനിൽ ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഇൻഡിക്കേഷൻ വരികയും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അവിടെ വണ്ടി വന്നിട്ടുണ്ടോ, ആരാണ് അവിടെ വന്നത്. കൂടാണ്ട് നിങ്ങൾ ഓരോ ദിവസവും നടക്കുന്ന ട്രാൻസാക്ഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഫോണിൽ തന്നെ കിട്ടുന്നതാണ്. എല്ലാ മാസവും 10-ാം തീയതി ഈ സോഫ്റ്റ്വെയറിന് ചെറിയൊരു കമ്മീഷൻ എടുത്തിട്ട് ബാക്കി ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നു. 100% ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അതും ഗ്രീൻവീൽ എന്നുള്ള ബ്രാൻഡിൻ്റെ ഫ്രാഞ്ചൈസി. കൂടാണ്ട് നിങ്ങൾക്ക് വേണ്ടി മാർക്കറ്റിംഗ്, പ്രൊമോഷൻ മുതലായ എല്ലാ ആക്ടിവിറ്റീസും ഞങ്ങളായിരിക്കും ചെയ്തു തരുന്നത്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ 30 കിലോ വാട്ട് കപ്പാസിറ്റിയുള്ള ചാർജ് സ്റ്റേഷൻ 4,86,000 രൂപയ്ക്കും 60 കിലോ വാട്ട് കപ്പാസിറ്റിയുള്ള ചാർജ് സ്റ്റേഷൻ 9,50,000 രൂപയ്ക്കുമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. 30 കിലോ വാട്ടിന് 3 ഇയർ വാറൻറ്റിയും 60 കിലോ വാട്ടിന് 2 ഇയർ വാറൻറ്റിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. എന്നും പറഞ്ഞ് നിങ്ങൾ യാതൊരുവിധ ടെൻഷനും വേണ്ട. മെഷീൻ എന്ത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും വിത്തിൻ അവേഴ്സ് അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വരികയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരികയും ചെയ്യുന്നതാണ്. കോസ്റ്റ് കുറയുന്നതുകൊണ്ട് ഞങ്ങളുടെ വർക്കിലോ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സർവീസിലോ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഞങ്ങൾ ഗ്രീൻവീൽ എന്നുള്ള ബ്രാൻഡിൻ്റെ പ്രോമിസാണത്. നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിക്കാം.